الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു മനുഷ്യ ജീവിതം അത് പരീക്ഷണങ്ങളുടേതാണ്. ഈ ജീവിതത്തിൽ ആര് നന്മ ചെയ്യുന്നു, ആര് തിന്മ ചെയ്യുന്നു, ആര് ക്ഷമിക്കുന്നു, ആര് നന്ദി ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ജീവിതം ഇവിടെ പടച്ചത് തന്നെ. അമ്മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദു, അല്ലാഹുവിനെ ആരാധിക്കുന്നവർ ആരുണ്ട് എന്ന് തിരിച്ചറിയാനാണ് ഈ ജീവിതം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വേവലാതികളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹു നമുക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടച്ചു കളയുന്നവനല്ല, മറിച്ച് ഓരോ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടക്കാൻ മനോഹരമായ താക്കോലുകൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. മഫാത്തിഹുൽ ഫറജ് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ താക്കോലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ താക്കോൽ ഏതാണ്? സങ്കടങ്ങൾക്ക് പരിഹാരം നിസ്കാരമാണ്. ഒരു മനുഷ്യന് എന്തു സങ്കടമുണ്ടെങ്കിലും 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ സങ്കടത്തെ കുറക്കാൻ അയാൾക്ക് സാധിക്കും. ജീവിതത്തിലെ വലിയ സങ്കടങ്ങൾ വേട്ടയാടുമ്പോൾ മനസ്സിന് ശാന്തി നൽകാൻ നിസ്കാരത്തോളം വലിയൊരു ഔഷധമില്ല. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സഹനവും നമസ്കാരം മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. അഥവാ നിസ്കാരം ഭയഭക്തന്മാർക്കല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, വിപത്തുണ്ടായാൽ, ഭയമുണ്ടായാൽ അവിടുന്ന് വേഗം നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. അവിടെ മുറ്റത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, യാ ബിലാൽ അഖ്മിസ് സ്വലാഹ അരിഹ്നാ ബിഹാ. ബിലാൽ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ, അതുവഴി നമുക്ക് ആശ്വാസം നൽകൂ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലായിരിക്കെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹുസമിന്റെ മരണവാർത്ത ലഭിച്ചു.
അങ്ങേയറ്റത്തെ വിഷമമാണ്. സഹോദരൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നീ ഇസ്തിർജാ ചൊല്ലി തുടർന്ന് വഴിയോരത്ത് നിന്നും മാറി ഒട്ടകത്തെ മണ്ണിലിരുത്തി 2 റക്അത്ത് നമസ്കരിച്ചു. അവിടെ ഒട്ടകത്തെ വിശ്രമിക്കാൻ വിട്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. വലിയ വിഷമം വന്നപ്പോൾ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്ത കർമ്മം അതായിരുന്നു. അതിലൽപ്പം ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ശേഷം തന്റെ യാത്രാമൃഗത്തിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഓതുന്നുണ്ടായിരുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ ലൽ ഖാശിഈൻ. നിങ്ങൾ ക്ഷമയിലൂടെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തേടുക. തീർച്ചയായും അത് ഭക്തിയുള്ളവർക്കൊഴികെ വലിയൊരു ബാധ്യത തന്നെയാണ്. ഭക്തിയില്ലാത്തവർക്ക് നമസ്കാരം വലിയ ബാധ്യതയായിത്തീരും. ഭക്തിയുള്ളവർക്കോ അത് ആനന്ദമാണ്, ആഹ്ലാദമാണ്, ആശ്വാസമാണ്, വിശ്രമമാണ് ശരിക്കും നമസ്കാരം. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, വിഷമഘട്ടങ്ങളിൽ നമസ്കാരം നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്സലാത്തു മജ്ലബത്തുൽ ലിസ്ഖ്. നിസ്കാരം എന്നത് ഉപജീവനത്തെ കൊണ്ടുവരും. 5 നേരം നമസ്കരിക്കുന്നവന് ഉപജീവനത്തിന് പ്രയാസമുണ്ടാവില്ല എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യമാണ്. ഹാഫിളത്തുൽ ലിസ്ഖ, ആരോഗ്യത്തെ സംരക്ഷിക്കും. ശരിക്കും നമസ്കരിക്കുന്നവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. അവൻ്റെ മനസ്സ് ആരോഗ്യകരമായിരിക്കും. മനസ്സിന് ആരോഗ്യമുണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ഏത് രോഗത്തെയും മനസ്സിന് പ്രതിരോധിക്കാനും അങ്ങനെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സാധിക്കും. ബുദ്ധിമുട്ടുകളെ തടുക്കും. നമസ്കാരം ബുദ്ധിമുട്ടുകളെ തടുക്കും. ഒരു മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ട എല്ലാ വശവും നമസ്കാരം കൊണ്ട് ലഭിക്കും. 1 റിസ്ക് ലഭിക്കും, 2 ആരോഗ്യം ലഭിക്കും, 3 ബുദ്ധിമുട്ടുകളെ തടുക്കും, 4 മത്തുറദത്തുൽ ലിദ്ദാ, രോഗങ്ങളെ അതകറ്റും, രോഗങ്ങളെ അകറ്റിക്കളയും. രോഗങ്ങളാണ് മനുഷ്യൻ പിന്നെ വിഷമിക്കുന്ന ഒരു കാര്യം. മുഖവ്വിയത്തുൽ ലിൽ ഖൽബ്, അവൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും. ഹൃദയത്തിൻ്റെ ദൗർബല്യമാണ് ഹവയിലേക്ക് പോകുന്നത്. ഹൃദയത്തിൻ്റെ ദൗർബല്യമാണ് ഒരു അധമ വികാരങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഹൃദയത്തിൻ്റെ മുഖവ്വിയത്തുൻ ലിൽ ഖൽബ്, ഹൃദയത്തിന് അങ്ങേയറ്റത്ത് ശക്തി നൽകും. വമുബയ്യവത്തുൽ ലിൽ വജ്ഹ്, മുഖത്തിൻ്റെ പ്രകാശിപ്പിക്കും. രാത്രി നമസ്കരിക്കുന്നവർ, റവാത്തിബ് നമസ്കരിക്കുന്നവർ, തഹിയ്യത്ത് നമസ്കരിക്കുന്നവർ, ഫർദിന് ജമാഅത്തിന് പങ്കെടുക്കുന്നവർ, അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ ഒരു പ്രഭ കാണാൻ സാധിക്കും. അത് മനസ്സിന്റെ സന്തോഷം നൽകും. അങ്ങേയറ്റത്തെ ഫർഹത്ത് നൽകുന്ന ഒരു കാര്യമാണ് നമസ്കാരം. ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി നമസ്കാരം എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് അതേപോലെ നിർവഹിക്കണം. മുദ്ഹിബത്തുൽ കസ്ൽ, അത് മടിയെ മാറ്റും. 5 വക്ത് നമസ്കാരത്തിന് ജമാഅത്തിന് വരുന്നവന് പിന്നെ എന്താണ് മടി ഉണ്ടാവുക? ഒരു മടിയും ഉണ്ടാവുകയില്ല. കാരണം അവൻ്റെ പ്ലാനിങ് അത്രക്കും കൃത്യമായിരിക്കും. സുബഹി കഴിഞ്ഞ് ളുഹർ വരെ എന്ത് ചെയ്യണം, ളുഹർ കഴിഞ്ഞ് അസ്ർ വരെ എന്ത് ചെയ്യണം, അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെ എന്ത് ചെയ്യണം, മഗ്രിബ് കഴിഞ്ഞ് ഇശാ വരെ എന്ത് ചെയ്യണം, ഇശാ കഴിഞ്ഞ് സുബഹി വരെ എന്ത് ചെയ്യണമെന്നൊരു പ്ലാനിങ് 5 വക്ത് നമസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കുന്നവനുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്സലാത്തു മജ്ലിബത്തുൽ റിസ്ഖ്, ഭക്ഷണം തരും. ഹാഫിളത്തുൽ ലിസ്ഖ, ആരോഗ്യമുണ്ടായിരിക്കും. ദഫഅത്തുൽ ലിലദ, പ്രയാസങ്ങളിൽ നിന്ന് അവന് വിട്ടു നിൽക്കാൻ പറ്റും. മുദ്റദത്തുൽ ലിദ്ദാ, രോഗത്തിന് ശമനം നൽകും. വമുഖവ്വിയത്തുൽ ലിൽ ഖൽബ്, ഹൃദയത്തിന് ശക്തി ലഭിക്കും. വമുബയ്യിറത്തുൽ ലിൽ വജ്ഹ്, മുഖത്തിന്റെ പ്രകാശം ലഭിക്കും. വമുഫ്രിഹത്തുൽ ലിന്നഫ്സ്, മനസ്സിന്റെ സന്തോഷം നൽകും. വമുദ്ഹിബത്തുൽ ലിൽ കസ്ൽ, മടിയിൽ നിന്ന് രക്ഷപ്പെടും. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രതിസന്ധി എണ്ണാൻ നമുക്കുണ്ടോ? ഒരു പ്രതിസന്ധിയും എണ്ണാനില്ല. കാരണം ഇതല്ലാത്ത ഒരു പ്രതിസന്ധി മനുഷ്യ ജീവിതത്തിലില്ല. അപ്പോൾ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം നമസ്കാരം ഭംഗിയാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വേദനകൾക്ക് ശമനം നൽകുന്ന ഖുർആൻ വേദനകൾക്ക് ശമനം നൽകും. ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകൾക്കുമുള്ള ഏറ്റവും വലിയ ശിഫ അത് ഖുർആനാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ള ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചിരിക്കുന്നു.
സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ് ഖുർആൻ. അത് ശമനമാണ്. ആ ഖുർആനെ ശമന ഔഷധമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ ഹൃദയങ്ങളിലെ അസ്വസ്ഥതകൾക്കുള്ള മരുന്നാണ്. അള്ളാഹു നേരിട്ട് പ്രഖ്യാപിക്കുന്ന ആയത്താണത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, നിങ്ങൾ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലെ രോഗത്തിന്റെ ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. എന്താണത്? ഖുർആനാണത്. മനുഷ്യർക്കാകമാനം സതുപദേശമായ ആ ഗ്രന്ഥം വിശ്വാസികളുടെ മനസ്സിലെ എല്ലാ ചാപല്യങ്ങളെയും അകറ്റി രോഗത്തിന് ശമനം നൽകും. അതേപോലെ സത്യവിശ്വാസികൾക്ക് മാർഗദർശനം നൽകും. സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിട്ട് ഖുർആൻ വർത്തിക്കും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അതിമനോഹരമായ വാചകങ്ങളിലൂടെ സാദുൽ മആദിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫൽ ഖുർആൻ ഹുവ ശിഫാഉ താമ മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യ വൽ ബദനിയ്യ വഅദ്വാഇ ദുനിയ വൽ ആഖിറ. ഹൃദയപരവും മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രതിസന്ധികൾക്കും പൂർണ്ണമായ മരുന്നാണ് ഖുർആൻ. പൂർണ്ണമായ മരുന്നാണ് ഖുർആൻ. നമ്മളിവിടെ അടിവരയിട്ട് ചിന്തിക്കേണ്ടത്, ഇന്നൊരു പേജ് പോലും ഖുർആൻ ഓതാത്തവൻ, ഈ ആഴ്ച ഒരു പേജ് പോലും ഖുർആൻ ഓതാത്തവൻ, അവൻ നിരാകരിക്കുന്നത് മനസ്സിന് വേണ്ട ഔഷധത്തെയാണ്. അവൻ നിരാകരിക്കുന്നത് മനസ്സിന് വേണ്ട ഔഷധത്തെയാണ്, ശരീരത്തിന് വേണ്ട ഔഷധത്തെയാണ് വിട്ടുകളയുന്നത്. മൊബൈലിൽ എത്രയോ ടൈം നോക്കിയിരിക്കുന്നു. എന്നാൽ ഒരു 25 മിനിറ്റ് കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് ഒരു ജുസ് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടും ആ ഒരു 30 മിനിറ്റ് പോലും ശമനൌഷധമായ ഖുർആനിലേക്ക് തിരിയാൻ മനസ്സ് വെമ്പുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ വളരെ ദുർബലമായിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, പാപങ്ങളിൽ നിന്നും മോചനം നേടുക. അത് ഹൃദയരോഗത്തിനും അസ്വസ്ഥതകൾക്കും പ്രയാസം നീങ്ങുന്നതിനും ഏറ്റവും വലിയ കാരണഭൂതമായിട്ടുള്ള കാര്യമാണ്. ഇസ്തിഗ്ഫാർ എന്നത് നമ്മുടെ വീഴ്ചകളും പാപങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞു പോകാൻ കാരണമാകും. അതിനുള്ള പരിഹാരം പാപമോചന പ്രാർത്ഥനയാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഖുർആനിൽ ഉദ്ധരിക്കുന്ന ഒരു വാചകമുണ്ട്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബഹും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് മഴയെ സമൃദ്ധമായി അയച്ചു തരും. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പരിപോഷിപ്പിക്കും. നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരും. ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെയാണ് നൂഹ് അലൈഹിസ്സലാം അവിടെ എടുത്തു പറയുന്നത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫർജ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവൻ ആശ്വാസം നൽകും. അവൻ വിചാരിക്കാത്ത ഭാഗത്തു നിന്ന് അവൻ്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കും. ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന ഗുണമാണിത്. ഈ ഉപജീവനം വിശാലമാകാതെ കുടുസായി പോകുന്നുണ്ടോ? ദുഃഖക്കയത്തിൽ നിന്ന് കയറാൻ കഴിയുന്നില്ലേ? ഒരു ഇടുക്കത്തിൽപ്പെട്ട അവിടെ നിന്നും പോംവഴി കിട്ടുന്നില്ലേ? എന്തു ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹുവിനോട് പാപമോചനം തേടണം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരേട് നമ്മൾ വായിക്കേണ്ടതാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് സദസ്സിൽ 4 ആളുകൾ വന്നു. വ്യത്യസ്തമായ പ്രയാസങ്ങൾ അവർ പറഞ്ഞു. ഒരാൾ വറുതിയെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പരാജയപ്പെട്ടു. രണ്ടാമൻ തനിക്ക് സന്താനങ്ങളില്ലാത്ത വിഷമം പറഞ്ഞു. മൂന്നാമത്തവൻ തൻ്റെ തോട്ടത്തിൽ വിളവില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തവൻ കടബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധിയെയും കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി ഒരേ ഒരു മറുപടി നൽകി: നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക. നിങ്ങളുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന പാപമോചനം നിങ്ങൾ നടത്തുക. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു: അബൂ സഈദ്,
വ്യത്യസ്ത പ്രസംഗങ്ങളുമായി വന്ന എല്ലാവർക്കും തങ്ങൾ ഒരേ പരിഹാരമാണോ നിർദ്ദേശിക്കുന്നത്. ആ സമയത്ത് നേരത്തെ ഓതി വെച്ച സൂറത്ത് നൂഹിലെ ആയത്തോതി ആ ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠൻ പറഞ്ഞത് ഇതാണ് അതിൻ്റെ തെളിവ്. സ്വന്തമായി പറഞ്ഞതല്ല, അള്ളാഹു ഖുർആനിൽ വാഗ്ദാനം ചെയ്ത കാര്യമാണ് ഈ 4 പ്രശ്നങ്ങൾക്കും ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്. ഈ 4 പ്രശ്നങ്ങളല്ലാതെ 5ാമത്തെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചു വരാറുണ്ടോ? ഇല്ല. ഇനിയോ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക്, ആശകളിലേക്ക്, പ്രതീക്ഷകളിലേക്ക് നടന്നു പോകാൻ ദുആ ചെയ്യണം. നമ്മുടെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് സാധിക്കും. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് ദുആ. പ്രാർത്ഥന എന്നത് അസാധ്യമായതിനെ സാധ്യമാക്കുന്നത്. എന്തസാധ്യമായതും സാധ്യമാക്കുന്ന റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കത് വേണം, എനിക്കിത് വേണമെന്നത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സക്കരിയ അലൈഹിസ്സലാം നബിയുടെ ദുആ, പ്രായമേറെ ചെന്നിട്ടും മക്കളില്ലാതിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവിടുത്തേക്ക് യഹ്യ അലൈഹിസ്സലാം എന്ന മകനെ നൽകി അനുഗ്രഹിച്ചു. ചരിത്രം നമുക്കറിയുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വിജനമായ ഭൂമിയിൽ ഇസ്മായിലിനെയും ഭാര്യ ഹാജറയെയും വിട്ടുപോന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടത്തി. ഇന്ന് മക്കയുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയ്ക്ക് കാരണം ആ പ്രാർത്ഥനയാണ്. അയ്യൂബ് അലൈഹിസ്സലാം 12 വർഷത്തോളം രോഗമനുഭവിച്ച് ആ രോഗശമനവും തിരിച്ചുവരവും ഉണ്ടായത് പ്രാർത്ഥന മൂലമാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ഇരുളുകളിൽ നിന്ന്, അഥവാ മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുളിൽ നിന്ന് മോചനം നേടിയത് പ്രാർത്ഥന മൂലമാണ്. അത്ര വലിയ പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല, അഭിമുഖീകരിക്കാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് എത്ര വലിയ പ്രശ്നമായാലും അത് പ്രാർത്ഥന കൊണ്ട് തീരുമെന്ന് ചരിത്രത്തിൽ ധാരാളം ചരിത്രങ്ങൾ എടുത്തു പറഞ്ഞ് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. വിധിയെപ്പോലും മാറ്റാൻ ദുആക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഖദറിനെ തടയുകയില്ല, പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും വിധിയെ തടയുകയില്ല. അപ്പോൾ എന്ത് വിധി വിധിച്ചാലും ആ വിധിയെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ പ്രാർത്ഥന ഫലപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉത്തരം ലഭിക്കുമെന്ന പൂർണ്ണ ഉറപ്പോടുകൂടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അറിയുക, അശ്രദ്ധമായ ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അശ്രദ്ധമായി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വളരെ ശ്രദ്ധയോടുകൂടി കണിശമായി അള്ളാഹുവിൻ്റെ സിഫാത്തുകളൊക്കെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ മുന്നിൽ വെച്ച്, അള്ളാഹുവേ നീ അർഹമുർ റഹീമീനാണ്, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവേ ഞാനൊരാവശ്യം പറയുന്നു, ഈ അടിമ ദുർബലനാണ്, ഞാൻ ഇന്ന കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ, അത് കിട്ടിയിരിക്കും. അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കണം. മൂസാ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിച്ചു? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. ആ മൂസാ അലൈഹിസ്സലാമിന് നാവിനൊരു കെട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഹൃദയ വിശാലത കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 3 അല്ലാഹു തആല മുഴുവൻ തന്നു, നീ ചോദിക്കുന്നത് മുഴുവൻ തന്നു. നീ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണമെന്നാണ് മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അസാധ്യമായത് ലളിതമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം എളുപ്പമല്ലെങ്കിൽ അത് എളുപ്പമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല, അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല, അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. അല്ലാഹുവേ നീ ലളിതമാക്കിയതല്ലാതെ യാതൊന്നും ലളിതമാവുകയില്ല, നീ എളുപ്പമാക്കിയതല്ലാതെ യാതൊന്നും എളുപ്പമാവുകയില്ല. നീ ഉദ്ദേശിച്ചാൽ വിഷമകരമായതിനെ എളുപ്പമാക്കാൻ നിനക്ക് സാധിക്കും എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധ്യമായത് എളുപ്പമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിച്ച് ഏത് പ്രയാസഘട്ടങ്ങളിലും അത് എളുപ്പമാക്കി തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അത് സ്വീകരിക്കുകയും നമുക്കതിൻ്റെ ഫലം തരികയും ചെയ്യും. 5ാമത്തെ കാര്യം, നഷ്ടപ്പെട്ടവർക്ക് പകരമായി സ്വർഗമുണ്ട്. ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ആരോഗ്യം നഷ്ടപ്പെടാം,
സമ്പത്ത് നഷ്ടപ്പെടാം, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടാം, വേറെ എന്തെങ്കിലും നഷ്ടപ്പെടാം. എന്ത് നഷ്ടപ്പെട്ടാലും ഓർത്തു വെക്കുക, ഈ ദുനിയാവ് ശാശ്വതമല്ല, ഇത് നശ്വരമാണ്, നശിക്കുന്നതാണ്. ഇവിടെ നഷ്ടപ്പെടുന്ന എല്ലാറ്റിനും പകരമായി വിശ്വാസിയെ കാത്തിരിക്കുന്നത് അല്ലാഹുവിൻ്റെ സ്വർഗമാണ്. ആ ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തു നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടമല്ലെന്നും അതൊക്കെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് പോകുന്നതാണെങ്കിലും ഞാൻ മരിച്ചാൽ ആ കാര്യത്തെ വിട്ടു പോകേണ്ടി വരും, എനിക്ക് പോരേണ്ടി വരും, ഉറപ്പാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ നേരത്തെ നഷ്ടപ്പെട്ടുവെന്നേയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എത്ര വലിയ മനസ്സമാധാനവും എത്ര വലിയ സന്തോഷവുമാണ് ഉണ്ടാവുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളോട് മലക്കുകൾ പറയുന്ന ഒരു വാക്യമുണ്ട്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം, അപ്പോൾ അന്തിമ ഗൃഹം സ്വർഗം എത്ര നല്ലത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, പ്രായോഗിക ജീവിതത്തിലേക്ക് ഈ കാര്യം കൊണ്ടുവരാനുള്ള വഴികൾ പറയുകയാണ്. ഒന്ന്, നിസ്കാരത്തെ മുറുകെ പിടിക്കുക, നിസ്കാരത്തെ ഭംഗിയാക്കുക, നിസ്കാരത്തെ നന്നാക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പാരായണം ദിനചര്യയാക്കുക, ദിവസവും ഖുർആൻ പാരായണം നടത്തുക. മൂന്നാമത്തെ കാര്യം, നാവിനെ ഇസ്തിഗ്ഫാർ കൊണ്ട് നനക്കുക, നാവിനെ ഇസ്തിഗ്ഫാർ കൊണ്ട് നനക്കുക. നാലാമത്തെ കാര്യം, പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, എന്തു നഷ്ടപ്പെട്ടാലും അത് പരലോകത്ത് കിട്ടുമെന്ന ഒരു ചിന്ത വളർത്തുക. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ വിഷമമില്ലാതെ, നിരാശയില്ലാതെ, സങ്കടമില്ലാതെ, ഭയമില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ഈ ലോകത്ത് സുന്ദരമായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും. ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ, പ്രയാസമുണ്ടോ, ദുഃഖമുണ്ടോ, ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നുണ്ടാവും. സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ സന്തോഷമില്ലായ്മയും നിരാശയും ബുദ്ധിമുട്ടുമൊക്കെ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വകതിരിവ് മുമ്പിനുണ്ടായാൽ അവന് പ്രായോഗികമായി ചിന്തിക്കാനും ഈ കാര്യങ്ങളിലേക്ക് അടുത്തു പ്രവർത്തിക്കാനും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ അസ്വസ്ഥതയും വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നീക്കാനും സാധിക്കും. അങ്ങനെ എന്താണോ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടത് അത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തീർത്ത് പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് സമാധാനത്തിൻ്റെ ആളുകളായി മാറുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് വരുന്ന പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും എന്താണ് പരിഹാരമെന്ന കാര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ പ്രായോഗികമായി ഈ ഒരാഴ്ചയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ജമാഅത്തിന് പങ്കെടുക്കാത്തവർ ജമാഅത്തിന് പങ്കെടുക്കൽ ആരംഭിക്കുക. സുബഹി ജമാഅത്തിനെത്താത്തവർ സുബഹി ജമാഅത്തിനെത്താൻ തീരുമാനിക്കുക. ഒരു 2 പേജ് പോലും ഖുർആൻ ഓതാത്തവർ ഒരു 4 പേജോ 5 പേജോ ഖുർആൻ ഓതാൻ തയ്യാറാവുക. അതേപോലെ നമസ്കാരം കഴിഞ്ഞാൽ സ്വന്തം പാപങ്ങളെ ഓർത്ത് മനസ്സിനൊരു വിങ്ങലോടുകൂടി ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. ആ ഒരു സംസ്കാരം തന്നെ അറ്റുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് കാര്യത്തിനും പരലോകത്തിലേക്ക് തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ഈ രീതിയിൽ ജീവിതം ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ ശാന്തിയും സമാധാനവും ലഭിക്കും. സക്കീനത്തുൽ ഖൽബ്, ഹൃദയത്തിന് അങ്ങേയറ്റത്തെ ഒരു സുക്കൂൻ ലഭിക്കും. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്നേഹവും കാരുണ്യവും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരിക്കും. ദുനിയാവിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുകയും ഉപജീവനത്തിൽ ബർക്കത്തുണ്ടായിരിക്കുകയും ചെയ്യും. പരലോകത്ത് സങ്കടങ്ങളോ ഭയമോ ഇല്ലാതെ ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കാനും ആ സ്വർഗത്തോട് സ്വന്തമാക്കാനും സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ വലിയ സമാധാനത്തിലും വലിയ ആഘോഷപൂർവ്വം ഈ ജീവിതത്തെ കൊണ്ടു നടക്കാൻ സാധിക്കും. പുതിയ തലമുറക്കറിയാത്ത ഒരു വിഷയമുണ്ട്. ദീന് കൊണ്ടുണ്ടാകുന്ന സമാധാനമോ അവർ അനുഭവിക്കുന്നില്ല. അത് വലിയൊരു മഹാദുരന്തമാണ്.
അത് അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ളവരുടെ സമാധാനം എന്തെന്നറിയുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ദീന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മനസ്സിലുള്ള സമാധാനത്തിൻ്റെ അളവ് വളരെ വലിയ തോതിലാണ്. അത് മനസ്സിലാക്കാൻ പ്രയത്നിക്കണമെന്നാണ് യുവാക്കളോടും പുതിയ തലമുറകളോടും സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങേയറ്റത്തെ സകീനത്തോടുകൂടി, ശാന്തതയോടുകൂടി, അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗ്ഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.